ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ പ്രൊമോ നല്ല അടിപൊളി പ്രൊമോ തന്നെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വിക്രത്തിന് വേണ്ടിയിട്ട് ദർശൻ എത്തുകയാണ്. ദർശൻ എത്തി നമ്മുടെ വിക്രത്തിന് ജാമ്യം അനുവദിപ്പിക്കുകയാണ് കേട്ടോ. വിക്രത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പടി 18 നോക്കുന്നുണ്ട് കോടതിയിൽ. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് നമ്മുടെ ദർശൻ വിക്രത്തിന് ജാമ്യം വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജാമ്യം കിട്ടി. വേദ വിക്രത്തിനെയും കൊണ്ട് നേരെ ദർശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ചേട്ടനും അച്ഛനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങളൊരു പണി കൊടുത്തിട്ട് തൻ്റെ മകൾ തന്നെ അവനെ രക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് നോക്കിയിരിക്കുകയാണ് ജഡ്ജിയത്തെ കേട്ടോ. അങ്ങനെ ദർശൻ്റെ അടുത്ത് വിക്രത്തിനെയും കൊണ്ട് വേദ വരികയാണ്. അപ്പോൾ വിക്രം വേദയോട് വേദ വിക്രമും ദർശനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഇവള് നല്ലൊരു കുട്ടിയാണ്, ഇവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, ഇവളെ എന്നും കൈയോട് ചേർത്ത് തന്നെ നിർത്തണം, ഇവളെ ഒരിക്കലും തള്ളിക്കളയരുതെന്നൊക്കെ ദർശൻ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. വിക്രം അതെല്ലാം കേൾക്കുന്നുണ്ട്, മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദർശൻ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ദർശൻ്റെ ചേച്ചിയും പിന്നെ നമ്മുടെ ജഡ്ജി അദ്ദേഹവും മകനും എല്ലാം കൂടി ആകെ വീട്ടിലൊരു ബഹളം തന്നെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനോ വേണ്ടി ഒരു താലി കെട്ടിയെന്നും പറഞ്ഞ് അവൾ അതിൻ്റെ പുറകെ നടക്കുകയാണ്. ആ താലി കെട്ടിയതിന് സ്നേഹിച്ച പെണ്ണിനെ അവന് വിട്ടു നൽകിയതാണ് ഇവൻ ചെയ്ത തെറ്റ്. എല്ലാം ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഓരോരോ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്തായാലും ഇനി നമ്മുടെ വിക്രമും വേദയും തമ്മിലുള്ള ഒരു കോംബോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.